മാറില്ല. ഞാൻ ഇതിന്റെ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരാം. ധ്യാന ശ്ലോകം ഒന്ന് ചൊല്ലുന്നത് എൻ്റെ കൂടെ ഒന്ന് ചൊല്ലുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗളി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീമാവീരവക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം करकलितलसधेमपद्मां पराग्यें सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसम्पत्प्रदात्रीं सकुङ्कुमविलेपनामणिकचुम्बिकस्तूरिकां समल्दहसिदेक्षणां ससरचापभाषाङ्कुशात् अशेषजनमोहिनी मरुणमाल्यभूषोज्ज्वला जपा कुसुमभासुरां जपविदौ स्मरेत् अम्बिका अरुणां करुणादरङ्गिनाक्षीं धृतपाशाङ्कुशपुष्पबाणचापाम् अणिमादिभिरावृतां मयूखैरहं नित्येव विभावये भवानी സിന്ദൂരാരുണ വിഗ്രഹ സിന്ദൂരം പോലെ ചുവന്ന രൂപമുള്ളവളെ സിന്ദൂരാരുണ വിഗ്രഹ സിന്ദൂരം പോലെ ചുവന്ന രൂപമുള്ളവളെ ത്രിനയനാം മൂന്ന് കണ്ണുകളുള്ളവളെ മാണിക്യമൗലി സ്ഫുരത് മാണിക്യം പോലെയുള്ള മൗലി ശിരസിൽ തിളങ്ങുന്ന താരാനായക ശേഖര താരങ്ങളുടെ ശേഖരനായ നാഥനെ ചന്ദ്രനെ മുടിയിൽ ധരിച്ചവളെ സ്മിതമുഖീം ആപീനവക്ഷോരുഹാം സ്മിതമുഖീം മന്ദഹസിക്കുന്ന മുഖമുള്ളവളെ ആപീനവക്ഷോരുഹാം തടിച്ചുയർന്ന സ്ഥലങ്ങളുള്ളവളെ പാണിഭ്യാമണിപൂർണരത്നചഷകം കൈകളിൽ വണ്ട് ആർക്കുന്ന നിറഞ്ഞ രത്നകുംഭം രത്നചഷകം വെച്ചവളെ ദത്തോൽപലം വിഭ്രതിൻ ചുവന്ന താമരപ്പൂവ് പിടിച്ചവളെ സൗമ്യയായ രത്നഘടസ്ഥ രത്നകുംഭത്തിന്മേൽ വച്ച രക്തചരണം ചുവന്ന പാദമുള്ളവളെ പരാമംബിക. ലളിതാ സഹസ്രനാമം മാത്രമല്ല, മന്ത്രജപത്തിൻ്റെ ഗുണം എന്താണെന്ന് ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട്. എന്താണ് അതിൻ്റെ പ്രയോജനം? മന്ത്രജപം ചെയ്യുന്നതുകൊണ്ട് എന്നുള്ള പ്രയോജനം എന്താ? ആർക്കെങ്കിലും പറയാമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാൻ കാണും. പക്ഷേ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഗുണം എന്തുവാ? വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം എന്തുവാ? അത് കുടിക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. കുടിക്കാതിരുന്നാലുള്ള ദോഷങ്ങളും നമുക്കത് കുടിക്കാതിരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അതേപോലെ മന്ത്രജപങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെയ്യാതിരിക്കുന്ന ഒരാളത് ചെയ്തു തുടങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലാകും. അതായത് ഒരു 6 മാസം 6, 3, 18 180 ദിവസം കറക്റ്റായിട്ട് ഒരു സമയത്ത് രാവിലെ 6 മണിക്കെങ്കിൽ 6 മണി, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്കെങ്കിൽ 6 മണി, നിങ്ങൾക്ക് 7 മണിക്കാണ് പറ്റുന്നതെങ്കിൽ രാവിലെ 7 മണി, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണി, ഏതെങ്കിലും ഒരു കൃത്യസമയം നിങ്ങൾ വെക്കണം. രാവിലെ മിക്കവാറും രാവിലെ നടക്കും. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വരും നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്തല്ലാതെ നിങ്ങൾ രാവിലെ ഒരു 6 മണിക്കോ 6:30ക്കോ 7 മണിക്കോ, ഇപ്പോൾ രാവിലെ എല്ലാവരും ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേൽക്കണം. കുളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ, അശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാത്റൂമിൽ ചെന്നിട്ട് കാലും മുഖവും കഴുകി തലയിൽ അല്പം വെള്ളം ഇതാക്കി കക്ഷത്തും അല്പം വെള്ളം തടവിയിട്ട് നമ്മൾ വെളിയിൽ വന്ന് പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് വിളക്കിൻ്റെ അവിടെ കിണ്ടിക്കകത്ത് വെള്ളവും വെച്ചിട്ട് നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാം.
അശുദ്ധിയൊന്നുമില്ല എങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കാം, രാവിലെ കുളിച്ചിട്ട് ചൊല്ലുന്നതാണ് ഭംഗി. ഇനി അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ വൈകുന്നേരം ചൊല്ലണം. അപ്പോൾ കറക്റ്റായിട്ട് 180 ദിവസം ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുക. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതണം. എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം. എന്നിട്ട് ഈ പേപ്പർ മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എവിടെയെങ്കിലും വെച്ചേക്കണം. ഇപ്പോൾ തുറന്നൊന്നും നോക്കരുത്. 180 ദിവസം ഇതേമാതിരി കറക്റ്റ് ടൈം ആയിരിക്കണം. ഇപ്പോൾ രാവിലെ 6 മണിക്ക് ചൊല്ലി ആ 6 മണി കഴിഞ്ഞ് അടുത്ത 6 മണിയാകുമ്പോൾ ഒരു വാഴവട്ട അല്ലെങ്കിൽ ഒരു റൗണ്ട് കറങ്ങി അടിച്ച് ഒരു ദിവസം കറങ്ങി ഇങ്ങനെ വരും. അതേ ദിവസം നമ്മൾ വീണ്ടും ചൊല്ലുന്നു. ഇങ്ങനെ 180 വലയങ്ങൾ നമ്മളെ ചുറ്റി ഇങ്ങനെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മുടെ ബാക്കിൽ. ആ ഓറയിൽ 180 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പേപ്പർ തുറന്ന് നോക്കിക്കോ. ഇതിനകത്ത് എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നു. ഇല്ലെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ നാമജപം നിർത്തിവെച്ചോ. അതാണ് ഇതിൻ്റെ ശക്തി. മനസ്സിലായോ? അതുപോലെ ഇത്രയും ഫാമിലികൾ ഇവിടെ അടുത്തടുത്താണോ താമസിക്കുന്നത്? ആണല്ലോ ലളിത ആയിക്കോട്ടെ. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ ഇതുവരെ നിങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമുക്കൊരു ദിവസം ഗ്രൂപ്പായിട്ടൊന്ന് ചൊല്ലി നോക്കണം. ഞങ്ങളുടെ അവിടുത്തെ അവരും ഇവിടെ വന്നിട്ട് നമുക്കൊരു ദിവസം ചൊല്ലണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ 2 ഞായറാഴ്ച, ആദ്യത്തെ ഞായർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഞായറോ നാലാമത്തെ ഞായറോ, 2, 4 ഏതെങ്കിലും 2 ദിവസം ഇത്ര പേരും ഓരോരുത്തരുടെയും വീടിൻ്റെ നറുക്കെടുക്കണം. നടത്തിട്ട് ആദ്യത്തെ മാസം 2 വീട്, അടുത്ത മാസം 2 വീട്, അടുത്ത മാസം 2 വീട്, അടുത്ത മാസം 2 വീട് ചൊല്ലണം. നമ്മൾ ഇത്ര പേരിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. പോണം. നിങ്ങൾ അങ്ങനെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിറ്റി ഉണ്ടാവത്തില്ലായിരുന്നു. പോണം. ഒരു മാസം 2 വീടുകളിൽ കേട്ടോ. ഇന്ന് എൻ്റെ വീട്ടിലാണ് പ്രെയർ. ഞങ്ങൾ ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഈ ഗ്രൂപ്പ് ഇപ്പോഴല്ലേ ഫോം ചെയ്തത് ഞങ്ങളുടെ അവിടെ. അപ്പോൾ ഈ മാസം ഇന്ന് എൻ്റെ വീട്ടിലാണ് വൈകിട്ട് 6 മണിക്ക്, അടുത്ത 26-ാം തീയതി വേറൊരു വീട്ടിൽ. അങ്ങനെ മാസം 2 വീട്. ഇങ്ങനെ എല്ലാ വീടും കവർ ചെയ്ത് നിങ്ങൾ ഈ പ്രെയർ വയ്ക്കണം. ലളിതാ സഹസ്രനാമം മാത്രമേ. ഇന്ന് ഞാൻ തന്ന അഥർവ ശീർഷം കണ്ടോ? ഗണപതി അഥർവ ശീർഷം. അത് ഇച്ചിരി വലുതായിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ചെറുതായിപ്പോയി. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യം ഗണപതിയുടെ അഥർവ ശീർഷം ചൊല്ലണം. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ഞാൻ പഠിപ്പിക്കുന്നത് വേദങ്ങൾ ചൊല്ലുന്ന രീതിക്ക് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേ രീതിക്ക് തന്നെ പഠിക്കണം. തെറ്റാതെ ചൊല്ലണം. ആ ഈണം വേദം ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ അടികമാർ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മിൺസോ ആയിട്ടുള്ള തിരുമേനിമാരൊക്കെ ഇവിടെ വന്നിട്ട് വേദം ചൊല്ലി അവർ പിന്നെ അർച്ചിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടുള്ളൂ. നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഒന്നും വേണ്ട. നിങ്ങളുടെ തിരുമേനി അകത്തിരുന്ന് പൂജിക്കുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരു ഈണത്തിലാണ് ചൊല്ലുന്നത്. ആ ഈണം ഇവർ വളരെ ചെറിയ പ്രായത്തിലേ ഇവരെ പഠിപ്പിക്കുന്നതാണ്. ആ വേദം ചൊല്ലാനുള്ള ഈണം. ആ ഈണത്തിലായിരിക്കും ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഈണം ചൊല്ലേണ്ട രീതിയൊക്കെ അതിനകത്ത് വരയും കുറിയും ഒക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ ഒരു വരിയെ ഞാൻ പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ പാടാണത് പഠിക്കാൻ. ആ ഒരു വരി പഠിച്ച് അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു വരി പഠിച്ച് അങ്ങനെ പഠിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഗണപതി അഥർവശീർഷം ചൊല്ലണം. ഗണപതി അഥർവശീർഷം എന്ന് പറയുന്നത്, ഗണപതി എന്ന് പറയുന്നതും നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുടെ അവിടെ നിന്നും ഭൂമി എന്ന മാതാവ് തരേണ്ട അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തരേണ്ട ഒരു ശക്തിയാണ് ഗണപതി എന്ന് പറയുന്നത്. ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ്. ബോധം എന്ന് പറഞ്ഞാൽ പ്രാണൻ, ബോധമെന്ന് പറഞ്ഞാൽ അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനായിട്ട് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പിണ്ടാണ്ടത്തിലേക്ക് വരുന്ന ഈശ്വരൻ്റെ ചൈതന്യം, ഒരു പൊട്ടുപോലെ നമുക്ക് കിട്ടുന്ന ആ ചൈതന്യമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണനാണല്ലോ നമ്മളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ പ്രാണൻ തന്നെയാണ് ഗണപതി. അത് തന്നെയാണ് ഗണപതിയുടെ അഥർവശീർഷത്തിൻ്റെ. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അപ്പോഴാണ് ഇതിൻ്റെ ആ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ചൊല്ലുമ്പം ഈ ഗണപതി അഥർവശീർഷം ചൊല്ലണം, ലളിതാ സഹസ്രനാമം ചൊല്ലണം കേട്ടോ. വീട്ടിനകത്തെ പ്രാർത്ഥന തുടങ്ങണം ഈ മാസം തൊട്ട്. മകരം തൊട്ട് തുടങ്ങിക്കോ. അടുത്ത മാസം മകരം 1-ാം തീയതി തൊട്ട്, അല്ലെങ്കിൽ മകരമാസം പിറക്കുന്ന ആ മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ചൊല്ലിക്കോ. ദൈവത്തെ ഓർത്ത് എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഗ്രൂപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന ആ മാനസികമായ ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ആത്മീയരായിട്ട് നിങ്ങൾ മാറണം.
നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. നമുക്ക് വേറെ ഒന്നും നമുക്കിനി ചിന്തിക്കാനില്ല. ഉണ്ടോ ഇനി? നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ നമ്മുടെ പരമ്പരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി വരുന്നൊരു ദോഷങ്ങൾ ഇനി നമ്മുടെ പരമ്പരയിലേക്ക് വരരുത്. നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്യൂരിഫിക്കേഷൻ ആയിരിക്കും ബാക്കിയുള്ള തലമുറയിലേക്ക് പകർന്നു പോകുന്നത്. അതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബം, അമ്മയുടെ കുടുംബം ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? കുലദേവത അറിയാമോ? അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരോട് ചെന്ന് ചോദിച്ചിട്ട് കുലദേവത ഏതാണെന്ന് കണ്ടുപിടിക്കണം. അച്ഛൻ്റെ കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിലെയും എവിടെയോ ആയിരിക്കും ഈ കുലദേവത. കേട്ടോ? അറിയാൻ മേലാത്തവർ, അത് അറിയാൻ മേലാത്തവരൊന്ന് കൈപൊക്കിക്കേ. അച്ഛൻ്റെ രണ്ട് കുടുംബവും നിങ്ങൾ അറിയണം. അച്ഛൻ്റെ കുലദേവതയെ അറിയണം, അമ്മയുടെ കുലദേവത അറിയണം. അല്ലെങ്കിൽ നമ്മളോട് ഒരു ജ്യോത്സ്യരുടെ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അമ്മയ്ക്കും അച്ഛനും വ്യത്യാസമുണ്ടോ? ഒരച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുടുംബം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുമോ? അപ്പോൾ അത് അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാ. അപ്പോൾ അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും കണ്ടുപിടിച്ചിട്ട് അതറിയാവുന്നവർ എല്ലാ മാസവും അവിടെ പോയിരുന്ന് ഒന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുവോ, അല്ലെങ്കിൽ ഒരു ഗണപതി യന്ത്രവിശിഷ്ടം ചൊല്ലുവോ, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും യഥാശക്തി ഒരു പൂജ കഴിക്കുകയോ ചെയ്യണം. അപ്പം ആ കുലദേവതമാരും അത് പ്രസാദിക്കുന്നതോടുകൂടി നമ്മുടെ കുലവും രക്ഷപ്പെടും. കേട്ടോ? അതൊന്ന് ചെയ്യാത്തവർ ആ ചിട്ടയൊക്കെ തുടങ്ങിക്കോണം. കേട്ടോ?